ഹായ് കൊള്ളാലോ മഴ. എന്നാലേ ഇത് മഴയല്ല. ഈ മഴ പെയ്യാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ കുളം വരുന്നത്. ഇത് കുളത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇതെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി. എന്തിനാണെന്നറിയില്ലേ? ഈ കുളത്തിൽ മോട്ടർ വെച്ചാണ് ഞങ്ങളുടെ ജാതിക്ക് വെള്ളം അടിക്കുന്നത്. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛനും ഇച്ചായി നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇച്ചായിയാണ് സാധാരണ ഈ പണിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. ഞാനിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുമായിരുന്നു. പക്ഷേ ഇത് ഫുള്ളായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു 101 വിളിക്കണം. 101 108 181 108 108 108 വിളിക്കണേ. ആദ്യം അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. അച്ഛാച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മാമേ അമ്മാമെ വിളിക്കണ്ട. അമ്മ മക്കളെ അവിടെ പോകുന്നു. എങ്ങാനും ഞാൻ കുളത്തിൽ വീണ് കഴിഞ്ഞാൽ അപ്പൂപ്പനെയും 108 വിളിക്കണമെന്ന് ആദ്യം ഞാൻ അതിഥിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ പായലിങ്ങനെ നീക്കി കളഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നേരെ ആ നീക്കിയ സ്ഥലത്തേക്ക് വന്ന് ചേരും. ഇതാണ് ആയുധം നമ്പർ 1. ഇത് ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പ്. 1.5 പൈപ്പ്. ഹൈ സ്പീഡ് കൂട്ടിയിട്ടപ്പോൾ എന്ത് ഭംഗിക്കാണ്. ഇത് എത്ര സമയം എടുത്താണ് ഞാൻ ചെയ്തത്. ഇത്ര സ്പീഡ് എനിക്കുണ്ടായിരുന്നേക്കുള്ളായിരുന്നു. ഇനി ഇത് കുത്തിയെടുത്ത് പൊക്കി ആ ടെലിഫോൺ പോസ്റ്റിൻ്റെ മണ്ടയ്ക്കൂടെ ഇടണം. കാരണം റോഡ് കുറുകെ ഉണ്ടേ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം ഞാൻ എന്നെക്കൊണ്ടത് പറ്റൂലെന്ന് വിചാരിച്ച് ചെയ്യാതിട്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ സീസണിൽ ഇച്ചായി ഗോവയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ജാതിക്ക മൊത്തം പൊഴിഞ്ഞു പോയി. കണ്ട മോഹൻലാൽ ചാടിപ്പോലത്തെ ചാട്ടം. അപ്പോൾ പറഞ്ഞു വന്നത്, ജാതിക്ക പൊഴിഞ്ഞു കളയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് അതിന് കിട്ടാറുണ്ട്. പക്ഷേ അതുപോലെ നമ്മൾ പണിയെടുക്കാറുണ്ട്. എല്ലാ വർഷവും വളം വാങ്ങിയിടണം, പിന്നെ അതിൻ്റെ മൂട് വൃത്തിയാക്കണം, അങ്ങനെ കുറേ പരിപാടി. പിന്നെ ഇതേപോലെ വെള്ളം അടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണവന്മാരായിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചേക്കുമ്പോൾ അതിനെ അതുപോലെയൊക്കെ സംരക്ഷിക്കണമെന്നും അത് നഷ്ടപ്പെട്ടു പോകാതെ വരും തലമുറയിലേക്ക് കൈമാറണം എന്നുള്ളതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ കേബിളും ഞാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതിപ്പോൾ വർക്കിന് പോയാലും ശരി തന്നെ, ഞാൻ ഈ കേബിൾ എടുക്കുമ്പോൾ ഇതുപോലും മൊത്തം കുരുങ്ങും. പിന്നെ ഇതാണ് മെയിൻ സാധനം, മെയിൻ ഐറ്റം, മെയിൻ ആയുധം എന്ന് വേണമെങ്കിൽ പറയാം. പുല്ല് കാണുന്ന പോലെയൊന്നുമല്ല, നല്ല വെയിറ്റ്. ഇത് കേരയുടെ 2 HP പമ്പാണ്. വെള്ളത്തിനടിയിൽ ഇടുന്ന പമ്പാണിത്. ഇതിനെ എടുത്തു പൊക്കി കുഴിക്കകത്തോട്ട് ഇറങ്ങിക്കൊണ്ട് പോകുന്നതൊരു ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കണക്ടർ ഇതിൽ നിന്നൊന്ന് എടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് അത് നടന്നില്ല. ആക്ച്വലി ഇച്ചായിയാണത് അടിച്ച് കയറ്റിനകത്ത് വെച്ചേക്കുന്നത്. അത് എടുക്കണമെങ്കിൽ ഇച്ചായി തന്നെ വരാം. എന്നിട്ട് മോൾ ഒന്ന് പിടിച്ച് നോക്കി, അവൾ കടിച്ച് വലിക്കാനൊക്കെ നോക്കി, പക്ഷേ സാധിച്ചില്ല. അവസാനം എങ്ങനെയോ എൻ്റെ ഭാഗ്യത്തിന് അത് ഊരി കിട്ടി. ഈ പമ്പെടുത്തൊന്ന് പൊക്കാൻ പോലും പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ സാധനമാണ് ഞാൻ പൊക്കിയെടുത്ത് ഈ കുളത്തിൻ്റെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇത് ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് ചെയ്ത പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ഇല്ലെന്ന്. പക്ഷേ എനിക്ക് ഡെയിലി റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി ഈ സാധനം പൊക്കിയെടുത്ത് ഈ കുളത്തിനകത്തോട്ട് ഇറക്കണം. അതായത് വെള്ളത്തിനകത്തേക്ക് ഇടണം. അതൊരു ഭരിച്ച പണി ആയിരുന്നോ എന്ന് ചോദിച്ചാലായിരുന്നു. ഇത് സക്സസ് ആകുമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. അഥവാ ഇനി ഇത് സക്സസ് ആയില്ലെങ്കിലും വെള്ളം വരാതിരുന്നാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വാശിയായിരുന്നു. അങ്ങനെ അവസാനം വെള്ളം വന്നു പോയി. കണ്ടോ, പോസിറ്റീവാവോ നെഗറ്റീവാവോ എന്നുള്ള ഒരു വിശ്വാസം ഇല്ലാത്ത ചെയ്ത് തുടങ്ങിയതാണ് ഈ പരിപാടി. പക്ഷേ വെള്ളം വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.